2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള പൊപ്പായ്സ് റിവെഞ്ച് എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. കാടിനോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ വലിയ കൈകളായിരുന്നു ജനിച്ചപ്പോൾ തന്നെ. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കുട്ടികളൊക്കെ അവനെ കാണുമ്പോൾ കളിയാക്കും, അവനെ ക്ലാസ്സിൽ പോകുമ്പോൾ ബുള്ളി ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ബുള്ളി ചെയ്യുന്നതൊക്കെ കൂടിയപ്പോൾ അവൻ ഒടുക്കത്തെ പവറാണല്ലോ. അവനെ കളിയാക്കിയിട്ടുള്ള ആ ബുള്ളിയെ അവൻ അങ്ങോട്ട് തീർത്ത് കളഞ്ഞു. അതോടുകൂടി നാട്ടുകാർ മൊത്തം ഇളകിയിട്ടുണ്ട്. ഇവനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബേസ്മെൻറ്റിലിട്ടിട്ടാണ് മാതാപിതാക്കൾ വളർത്തുന്നത്. അവനെ കൂട്ടായിട്ട് മറ്റൊരു കുട്ടിയും കൂടി ആ ഒരു ബേസ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവനത് കാണാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും വന്നിട്ട് ഈ ഒരു വീടിനെ തീ വയ്ക്കുകയും അതിൽ അവൻ്റെ മാതാപിതാക്കൾ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഈ കാണുന്ന കായലിലേക്കാണ് ചാടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവൻ്റെ ബോഡി ആർക്കും തന്നെ കണ്ടെത്താനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം 3 ഇൻഫ്ലുവൻസേഴ്സ് അവിടേക്ക് വന്നേക്കാണ്. അവരുടെ ചാനലാണെങ്കിൽ ഒട്ടും വ്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പോപ്പായ്സിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. രാത്രി ആകുമ്പോഴേക്കും നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ദേ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. പോപ്പായ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കര എക്സ്ക്ലൂസീവായിട്ട് പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ പുറകിലായി ഒരാളിങ്ങനെ നടന്നു പോകുന്നത് മിയ കാണുന്നത്. അവളത് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. നിനക്ക് തോന്നിയതാവും എന്ന് പറഞ്ഞിട്ട് ഇവർ ഷൂട്ടിംഗ് വീണ്ടും ആരംഭിക്കുകയാണ്. അങ്ങനെ ഷെറിയും അതുപോലെ തന്നെ അലനും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഗുഹയിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് മിയ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അവർക്ക് ഡിങ്കൾഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഗുഹയിൽ പോയിട്ട് ഇവർ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് സ്നേഹിക്കാൻ തോന്നുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സ്നേഹിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ മിയ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫൂട്ടേജും കാര്യങ്ങളൊക്കെ രാത്രിയിൽ ആ ഒരു കായലിൻ്റെ ഭംഗിയും അതുപോലെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോപ്പായി വരുന്നത്. അതും അവൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നങ്കൂരമിടൂല്ലേ, നമ്മൾ ബോട്ട് അല്ലെങ്കിൽ കപ്പലൊക്കെ നങ്കൂരിടുന്ന അതുപോലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് അവളെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുന്നുമുണ്ട്. ഇതേ സമയം നമ്മുടെ ഗുഹയിലാണെന്നുണ്ടെങ്കിൽ ഇവർ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ. ഇവരുടെ സ്നേഹം അധിക നേരം നീണ്ടു നിന്നില്ല. അപ്പോഴേക്കും പോപ്പായി ആ ഒരു ഗുഹയിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ചെറിയ അങ്ങോട്ട് തീർത്തു കളഞ്ഞു. ഈ ഒരു പോപ്പായിനെ കണ്ടിട്ട് നമ്മുടെ അലനാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ച് ഒരു സ്ഥലത്ത് ഒളിച്ച് നിൽക്കുകയാണ്. പോപ്പായി ആണെന്നുണ്ടെങ്കിൽ അവനെ തേടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ കഥയും അങ്ങനെ കഴിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയുള്ള താരയെയാണ്. അവളുടെ മാതാപിതാക്കൾ ഈ ഒരു പോപ്പായി താമസിച്ചിരുന്ന പഴയ കാലത്തെ വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താക്കോലും എടുത്തിട്ട് മാതാപിതാക്കളോട് പറയാതെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഇപ്പം അവൾ ആ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുക. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് ഇവനാണ് ദിലൻ. അങ്ങനെ ഇവർ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താരയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബിസിനസ് പോലെയാണ് നടത്താനായിട്ട് പോകുന്നത്. ഒരു റിസോർട്ട് പോലെയൊക്കെ ആക്കാന്നാണ് വിചാരിക്കുന്നത്. കാരണം പോപ്പായി താമസിച്ചിരുന്ന വീടാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഇടിച്ചുകുത്തി വരും എന്നൊക്കെയാണ് ഇവളുടെ വിചാരം. പോപ്പായി എന്നുള്ള ഒരു സങ്കല്പം മാത്രമാണെന്നാണ് ഇവൾ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. താര ഈ ഒരു ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങുന്നുണ്ട് കേട്ടോ. കാരണം ഇവർക്കൊക്കെ ഇങ്ങനെ അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നടത്താൻ പോകുന്ന ഒരു റിസോർട്ടിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ പൈസ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഡീലനാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ഏകദേശം 12 മണിക്കൂറോളം നീണ്ട യാത്ര അവർ നേരെ ചെന്നെത്തുന്നത് ഒരു കൊടും കാട്ടിലേക്കാണ്. കാട്ടിൽ വെച്ചിട്ട് ഇവരൊരാളെ കാണുന്നുണ്ട്. അയാളുടെ ദേഹത്ത് വണ്ടി തട്ടാനായിട്ട് നിൽക്കുമ്പോഴേക്കും ഇവർ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അയാളപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നത് ഈ ഒരു കൊടുങ്കാട്ടിലൂടെ? ഞങ്ങൾ പപ്പായുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്, നിങ്ങൾ തിരിച്ചു പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ആരൊക്കെയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡെസ്പാവാണ്. കാരണം അവൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോകണമല്ലോ. അവൾക്ക് ആദ്യം തന്നെ ഡെസ്പാണ്. അപ്പോഴേക്കും എല്ലാവരും ഈ ഒരു വീട് കണ്ടിട്ട് ഇവിടെ റേഞ്ചും ഇല്ല, ഒരു തേങ്ങയില്ല, ഒന്നുമില്ലല്ലോ, മൊത്തം സീൽഡ് ആക്കിയിട്ട് ഇട്ടേക്കാണല്ലോ, ഇതെന്താ സംഭവം, ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഇവർ ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പുറകുവശത്തു കൂടെയാണ് കയറുന്നത്. കാരണം ഈ ഒരു 3 ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് അവരൊക്കെ ഈ പോപ്പായി തീർത്ത് കളഞ്ഞുകൊണ്ട് തന്നെ പോലീസൊക്കെ വന്നിട്ട് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവളുടെ മാതാപിതാക്കൾ ഈ ഒരു വീട് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒത്തുകൂടിയിട്ടുണ്ട്. പലരും പല വഴിക്കായിട്ട് തിരിഞ്ഞേക്കാണ്. ചിലർ ലഗേജ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. താരയുടെ ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിൽ ഈ വീട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ പോപ്പായി ആണെന്നുണ്ടെങ്കിൽ ഒരു കായലിൻ്റെ അടുത്ത് കിടന്നിരുന്ന ബോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു ബോട്ടിലുള്ള ആളെ തീർത്തതിന് ശേഷം പുള്ളിക്കാരൻ പുറത്തേക്ക് വരുന്നതാണ്. പോപ്പായുടെ ദേഹത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ബ്ലഡൊക്കെ കാണാനായിട്ടും പറ്റും. ഒരു ഭീമാകാര മനുഷ്യൻ തന്നെ. അയാളുടെ കൈയൊക്കെ കണ്ടോ? നമ്മൾ സാധാരണ കാർട്ടൂണിൽ കാണുന്ന അതേ ഗെറ്റപ്പിലാണ് ഇതിലുള്ള പോപ്പായിനും കാണാനായിട്ട് നമുക്ക് പറ്റുക. അന്ന് രാത്രി താരയും അതുപോലെ തന്നെ അവരുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ദിലനും കൂടി ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരുടെ ഭാവി ജീവിതത്തെ പറ്റിയിട്ട്. ഇതേ സമയം നേരത്തെ കണ്ട ആ ഒരു മനുഷ്യനല്ലേ, പുള്ളിക്കാരൻ കായലിൻ്റെ അടുത്തിരുന്നിട്ട് ഇപ്പം മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ നിന്ന് എന്തൊക്കെയോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും തന്നെ കാണാനില്ല. നല്ല കോടയും ഉണ്ട്. പറഞ്ഞു തീർന്നില്ല, പോപ്പായി അങ്ങോട്ടേക്ക് വരികയാണ്.
എന്നിട്ട് ഇയാളുടെ കാര്യം അങ്ങോട്ട് തീർത്തു കൊടുക്കും. ഈ കാര്യം ഒന്നും അറിയാതെ നമ്മുടെ താരയുടെ ഫ്രണ്ട്സ് ഇവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം താരയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവളുടെ പേരൻസ് ഈ ഒരു വീട് സെല്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം ഒരുപാട് ന്യൂസും മറ്റുമൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീടിൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഇനി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വില കുറയുന്നല്ലാതെ സ്ഥലത്തിന് വില ഒന്നും കൂടില്ല എന്ന് പറഞ്ഞു താരയുടെ അച്ഛനായിട്ടുള്ള ജോർജ് ആ വീടിൻ്റെ കീ എടുത്ത് കൊണ്ടുവരാനായിട്ട് ഭാര്യയായിട്ടുള്ള ലോറ അടുത്ത് പറയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവർ പാർട്ടിയും മറ്റൊക്കെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. താരയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹാപ്പിയാണ്. ഇവരിങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീ വാതിലും തുറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാത്തിനും തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണിന് ഭ്രാന്താണെന്നും പറഞ്ഞ് എല്ലാവരും അവളെ പിടിച്ച് പുറത്താക്കുകയാണ്. ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ വാതിലിനുള്ളിൽ കൂടെ തന്നെ അവരങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്. താരയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്തോ പോലെ തോന്നുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ജാക്കറ്റ് എടുത്തിട്ട് ഈ ഒരു സ്ത്രീയുടെ പിന്നാലെ പോവാണ്. നിങ്ങൾ എന്താണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ ഈ കാട്ടിൽ എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്നാക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു പെണ്ണ് അവിടെ നിന്ന് പോകുന്നുമുണ്ട്. ഇതേ സമയം നിക്ക് എന്ന് പറയുന്ന ഈ ഒരു മൊട്ടത്തലയുണ്ടല്ലോ, അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഡോണ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി. ഇവനാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പെൺകുട്ടി ഉണ്ട് ഇവിടെ, സ്കൈ എന്ന് പറയുന്നവൾ. അവളുമായിട്ട് അവൻ ചെറിയൊരു ഡിങ്കോൾഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. താരയാണെന്നുണ്ടെങ്കിൽ ദിലനുമായിട്ട് ചെറിയൊരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അതായത് അവൾക്ക് ഈ ഒരു നാട്ടിൽ തന്നെ നിൽക്കണം എന്നാണ് താരയുടെ ആവശ്യം. കാരണം അച്ഛനും അമ്മയും വിട്ടു പോകാനായിട്ട് അവൾക്ക് പറ്റില്ല. ദിലനാണെന്നുണ്ടെങ്കിൽ പറയുന്നത് മറ്റേതെങ്കിലും രാജ്യത്ത് പോയി താമസിക്കാമെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിക്ക് എന്ന് പറയുന്ന ആ മൊട്ടത്തലയൻ, അവനാണെന്നുണ്ടെങ്കിൽ സ്കൈ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യമൊന്നും അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഡോണയ്ക്ക് അറിയില്ല. കൈ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പം അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഡോണയെ നീ ഉപേക്ഷിക്കുക, എന്നിട്ട് എൻ്റെ മാത്രമാവൂ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവും, അപ്പം തന്നെ ഇവർ രണ്ടുപേരും തെറ്റിപ്പിരിയാണ്. എനിക്ക് നീ മാത്രമായിട്ടൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിക്ക് അവിടെ നിന്നും പോവാണ്. ഇവള് ഉടൻ തന്നെ അവളുടെ ഫോൺ എടുത്തിട്ട് ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഡോണയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ശേഷം അവളുടെ ബാത്ടബിൽ തന്നെ കിടക്കുകയാണ്. ഇവളൊന്ന് കണ്ണടച്ചപ്പോഴേക്കും പുറകിൽ ദേ പോപ്പായി വന്നിട്ട് അവളെ അങ്ങോട്ട് തീർത്ത് കളയാണ്. ഈ കാര്യമൊന്നും ആരും കേൾക്കുന്നില്ല. ഇവരാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആര് കേൾക്കാനാ? അടുത്ത ദിവസം രാവിലെ താര ചോദിക്കുന്നുണ്ട് സ്കൈ എവിടെ പോയെന്ന്. ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല അവളെ. കാരണം എല്ലാവരും അവരവരുടെ തിരക്കിലാണ്. ഇവരുടെ കൂട്ടത്തിലെ മാക്സ് എന്ന് പറയുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ കാത്തി എന്ന് പറയുന്ന പെൺകുട്ടിയെ ചെറുതായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ ഹോട്ടായിട്ടുള്ളൊരു ഫോട്ടോ അവന് കൊടുത്തിട്ട് നിനക്കിതൊക്കെ മതി, എന്നെ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. ഫോട്ടോയെങ്കിൽ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫോണും മേടിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പുറത്തെ കാഴ്ചയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല. അവനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ആ പോപ്പായി ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സ്ഥലം ഉണ്ടായിരുന്നില്ലേ, അവിടേക്കാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ പോപ്പായി ഉള്ള കാര്യമൊന്നും ഇവനറിയില്ലല്ലോ. ഇവൻ ഈ ഒരു കോടയിൽ കൂടെ ചെന്നിട്ട് അവിടെ ഒരു ബീഡിയും വലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ബോട്ടിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ അങ്ങോട്ട് കയറി നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര സ്മെല്ലുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോട്ടിൻ്റെ ഉടമസ്ഥനെ ഈ ഒരു പോപ്പായി തീർത്തിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവൻ കാണുന്നില്ല. അസഹനീയമായിട്ടുള്ള സ്മെല്ലായതുകൊണ്ട് തന്നെ അവൻ ആ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നേരത്തെ കാത്തി അവന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കിടിലൻ ഫോട്ടോ അവൻ കാണുന്നത്. ആ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഫോട്ടോയിൽ നിന്നാക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോപ്പായി അങ്ങോട്ടേക്ക് വരുന്നത്. ഇതൊന്നും അവൻ അറിയുന്നില്ല. എന്നിട്ട് പോപ്പായുടെ കയ്യിലുള്ള ആ ഒരു നങ്കൂരം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതും വെച്ചിട്ട് അവൻ്റെ കിടുകാമണി നോക്കിയിട്ട് ഒരൊറ്റ കൊത്ത്. എന്ത് ചെയ്യാനാന്ന് നോക്കിയേ. എന്നിട്ട് പോപ്പായി അവനെയും അവിടെ വെച്ച് തീർത്ത് കളയാണ്. ഇതേ സമയം ബാക്കിയുള്ളവരൊക്കെ ബാത്ടബിലൊക്കെ കിടന്നിട്ട് ചുമ്മാ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഡോണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഡോണയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവളുടെ ഫോണിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതെന്താ സംഭവം നോക്കുമ്പോഴാണ് നമ്മുടെ സ്കൈ നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇപ്പോഴാണ് കിട്ടുന്നുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഇവിടെ നെറ്റ്വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിക്കൊരു ചതിയനാണെന്ന് അവൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അവൾ അവിടെ നിന്നും പോകുന്നുമുണ്ട്. നിക്കാണെന്നുണ്ടെങ്കിൽ അവളുടെ പിറകെയും പോകുന്നുണ്ട്. എന്നിട്ട് അവളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് താരയുടെ പേരൻസിൻ്റെ അടുത്ത് അവിടുത്തെ നൈബർ ഒരു ന്യൂസ് പേപ്പർ ആയിട്ട് വരുന്നത്. അതിലെന്തോ ഉണ്ടായിരുന്നു, അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ അതേ ഈ ഒരു ക്യാബിനിൽ, അതായത് നമ്മുടെ പോപ്പായുടെ പഴയ വീട്ടിൽ നമ്മുടെ നിക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാമുകിയുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എടി ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, എന്നെ ചതിച്ചിട്ടില്ല എന്നൊക്കെ. അങ്ങനെ നമ്മുടെ ഡോണയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തെറ്റിപ്പോകുന്നുണ്ട്. അതിനുശേഷം പോപ്പായി ഈ ഒരു ക്യാബിനിലേക്ക് വരുന്നുണ്ട്. നിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ശബ്ദം കണ്ടിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ഈ ഒരു പോപ്പായി വന്നിട്ട് നമ്മുടെ നിക്കിനെ തീർത്ത് കളയുകയാണ്. അവിടെ നിന്നും പോകാമെന്ന് വിചാരിച്ചിട്ട് ഡോണ പോയി നോക്കുമ്പോൾ കാറാണെന്നുണ്ടെങ്കിൽ ആരോ പഞ്ചറാക്കി ഇട്ടിട്ടുണ്ട്. ഓ എന്തൊരു നാശം പിടിക്കാനെന്ന് പറഞ്ഞിട്ട് അവൾ തിരികെ നമ്മുടെ നിക്കിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്.
പക്ഷേ വന്നു നോക്കുമ്പോൾ നിക്കിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളാകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. ഇതേ സമയം താരയ്ക്കും ഡിലനും എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, ആരൊക്കെയോ മിസ്സാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഡോണയുടെ സൗണ്ട് ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് അകലെ നിന്നായിട്ടാണ്. നമ്മുടെ ഡോണയാണെന്നുണ്ടെങ്കിൽ ഈ പോപ്പായുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവളൊരു ട്രാപ്പിൽ പെടുന്നുണ്ട്. ഈ നമ്മുടെ പോപ്പായി ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാസ് കട്ടിങ് മെഷീനായിട്ട്, അതായത് ഒരു ചെറിയ വണ്ടിയുണ്ട്, ആ വണ്ടിയായിട്ട് ഇവളുടെ ദേഹത്തേക്ക് കയറ്റാനായിട്ട് വരികയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ താരയും അതുപോലെ ഡിലനും കാണുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒരു ഭീകര മനുഷ്യനായിരുന്നു അത്. ഇവരടുത്തേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു ഡോണയുടെ മേത്തൂടെ ഈ ഒരു ചെറിയ വണ്ടി ഇയാൾ കയറ്റുന്നുണ്ട്. ഇവർ വന്നിട്ട് ഇവളെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇവന്റെ വലിപ്പം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും പേടിച്ചൊടുക്കേണ്ട അവസ്ഥയാണ്. കാത്തിയും ഡിലനും താരയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പോപ്പായിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. താരയുടെ പേരൻസിന്റെ കയ്യിൽ നെയ്ബർ വന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു നേരത്തെ നമ്മൾ കണ്ട 3 ഇൻഫ്ലുവൻസേഴ്സിനെ കൊന്ന വാർത്തയും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോപ്പായി വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോർജും അതുപോലെ തന്നെ ലോറ, അതായത് നമ്മുടെ താരയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഇവരെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കാണ്. ഇവരും കൂടി വന്നത് കണ്ടപ്പോൾ പോപ്പായി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി. ഈ ഒരു സൈക്കോയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്ന് ചിന്തിച്ചിരിക്കുകയാണ് എല്ലാവരും. പക്ഷെ ചിന്തിച്ച് നിൽക്കാനുള്ള സമയം പോലും പോപ്പായി കൊടുക്കുന്നില്ല. താരയും ദിലനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ പോപ്പായുടെ കയ്യിലേക്ക് തന്നെയാണ് അവർ പോയി പെടുന്നതും. ഇതേ സമയം കാത്തി ആണെന്നുണ്ടെങ്കിൽ കാർ എടുത്തുകൊണ്ട് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും പോപ്പായി അങ്ങോട്ടേക്ക് വരികയാണ്. ഇവൾ കാർ സ്റ്റാർട്ടാക്കിയെന്ന് കണ്ടപ്പോൾ തന്നെ പോപ്പായി ആ ഒരു കാർ അവൻ്റെ ബലിഷ്ടമായിട്ടുള്ള കൈകൾ കൊണ്ട് പൊക്കുകയാണ്. അതാണെന്നുണ്ടെങ്കിൽ അവൻ മറച്ചിടുകയാണ്. എന്നിട്ട് അവളെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുക. ശേഷം ഒരു ലൈറ്ററും എടുത്തിട്ട് ആ ഒരു കാർ അങ്ങോട്ട് കത്തിച്ച് കളയാണ്. ആ കാറിൽ നിന്ന് ഫ്യൂവലൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കത്തിപ്പിടിക്കുകയും അപ്പോൾ തന്നെ കാത്തി അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം താര തൻ്റെ അമ്മയായിട്ടുള്ള ലോറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഈ ഒരു വീട് വാങ്ങിയതെന്ന്. ഈ അമ്മയുടെ കയ്യിൽ അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു പോപ്പായി ഇല്ലേ, പോപ്പായിയുടെ ക്ലാസ് ടീച്ചറായിരുന്നു ലോറ എന്ന് പറയുന്ന, അതായത് നമ്മുടെ താരയുടെ അമ്മ. അവൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഇവർക്ക് നന്നായിട്ട് അറിയാം. പോപ്പായി ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അവൻ്റെ ആ ഒരു ബോഡി അന്ന് ആരും കണ്ടെടുത്തിട്ടുമില്ല. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജോർജിനും ആകെ പേടിയാവുന്നുണ്ട്. പെട്ടെന്നാണ് നേരത്തെ കണ്ട ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവള് ഒരു കത്തിയുമായിട്ട് ഇവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ലോറയെയും ജോർജിനെയും ഉപദ്രവിക്കുകയാണ്. അതായത് ലോറയെ അവൾക്ക് തീർക്കാനായിട്ട് പറ്റി. ജോർജിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും താര ഇടപെട്ടിട്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഫ്യുവല് മൊത്തം ഈ ഒരു പെണ്ണിൻ്റെ മേത്തേക്ക് നമ്മുടെ ഡിലൻ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഇപ്പോൾ വീടിന് പുറത്ത് ഇവളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഡിലനൊരു ബുദ്ധി തോന്നുന്നത്. അവനെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഇവളുടെ മേത്തേക്ക് ഇടുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഈ ഒരു ഭ്രാന്ത് സ്ത്രീയുടെ കാര്യം തീരുമാനമാവുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ പോപ്പായി അങ്ങോട്ടേക്ക് വരികയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പോപ്പായി എല്ലാം ചെയ്തോളും. അങ്ങനെ ഇവർ രണ്ടുപേരെയും മാറി മാറി ഇപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് പോപ്പായി. താരയും അതുപോലെ തന്നെ ദിലനെയും. ദിലനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തക്കം നോക്കിയിട്ട് നമ്മുടെ താരയാണെന്ന് ഒരു പണി ചെയ്തു. ആ ഒരു ഗ്രാസ് കട്ടിങ് മെഷീൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഇത്തവണ പോപ്പായിക്ക് ഇട്ടിട്ട് അവൾ പണി കൊടുക്കുകയാണ്. നമ്മുടെ ദിലനാണെന്നുണ്ടെങ്കിൽ പോപ്പായുടെ കാലിൽ ചങ്ങലയും ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോപ്പായിക്ക് അനങ്ങാൻ പോലും പറ്റിയില്ല. ഇപ്പോൾ പോപ്പായുടെ കഥ കഴിഞ്ഞ മട്ടാണ്. അങ്ങനെ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീടിൻ്റെ താക്കോല് അവർ ഈ ഒരു കായലിൻ്റെ ഉള്ളിലേക്ക് തന്നെ, ആ ഒരു പോപ്പായിനെ കാണാതായ അല്ലെങ്കിൽ പോപ്പായി മുങ്ങിത്താണ ആ ഒരു കായലിലേക്ക് അവർ എറിയുന്നുണ്ട്. പക്ഷേ അതേ താക്കോല് വീണ്ടും തിരിച്ചു വന്നിട്ട് ഇവരുടെ അടുത്ത് കിടക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് ഇവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അങ്ങനെ ഇവർ വീണ്ടും അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് പോപ്പായി വീണ്ടും വരുന്നത്. അതായത് പോപ്പായി മരിച്ചിട്ടില്ല. വീണ്ടും പോപ്പായി തിരിച്ചു വരിക. താര നേരത്തെ എറിഞ്ഞു കളഞ്ഞ ആ ഒരു താക്കോലുണ്ടല്ലോ കായലിലേക്ക്, അത് അവളുടെ കാലിൻ്റെ അടിയിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും പോപ്പായി വന്നിട്ട് അവളെ ഉപദ്രവിക്കുന്നുണ്ട്. ഈ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ? സംഭവം ഒരു പൊട്ടപ്പടാണ്. ആരും പോയി കാണാൻ നിൽക്കണ്ട, വെറുതെ സമയം പോകുന്നുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.